മച്ചന്മാരെ നമ്മൾ കണ്ട കൂട് വെക്കാൻ ഒന്നാണ്. കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്താണ് കൂട് വെക്കുന്നത്. പക്ഷേ ഇച്ചിരി വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പോകണം. ഈ കാട്ടത്തിൽ ഇഷ്ടംപോലെ വരാറുണ്ട്. അത് കൂടിനകത്തൊന്നും വരാൻ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇട്ട് വെച്ചിട്ട് കയറിയില്ലായിരുന്നു. അപ്പം കയറുന്നതിന് വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ട് പണിയാൻ പോകും. അതായത് ആ കാട്ടിലോട്ട് ഇപ്പം താഴ്വായിരിക്കും അവിടെ. അന്ന് പാലം കയറി കാണിക്കാമോ? വാ. ഇവിടെ ഓൾറെഡി കൂട്ടിക്കൊണ്ടുവരണേ. ഇവിടെ ഓൾറെഡി ഉണ്ടോ കൂട്ടിരിക്കണല്ലോ. അപ്പോൾ അത് അങ്ങോട്ടൊക്കെ ഉണ്ടോ, അങ്ങോട്ടൊക്കെ മീനുണ്ടേ. പക്ഷെ അങ്ങോട്ടൊക്കെ പോകുന്ന ഒരു റിസ്ക്കാണ്. നോക്കട്ടെ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന്. അത് താഴ്ന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി. കാരണം ശരിക്കാന്ന് ഇവിടെ മിക്ക ആൾക്കാരും കുറേ പേര് കമൻറ്റ് അയച്ചാൽ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇതും പറ്റിക്കാൻ വേണ്ടി. പറ്റിക്കുന്ന കുഴപ്പമില്ലല്ലോ, ഇത്ര താഴ്ന്നതിനകത്ത്. അതാ വിഷയം കേട്ടോ. എന്താ വെട്ടുന്നുണ്ടല്ലോ ഒരാൾ ഇഷ്ടം പോകുന്നുണ്ടോ? ചാണകം ഓടി ഞാൻ കിട്ടുന്നു. കാട്ടൊക്കെ കൂടി ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലം തന്നെ ഒരാൾ കാണേണ്ടതാണ്. ഇവിടെ നിന്ന് നോക്കിയിട്ട് ഇറങ്ങാം. കാട്ടിനകത്ത് ഇറങ്ങിയാലേ പണി നടക്കും. കാട്ടിനകത്ത് ഇറങ്ങി വീഡിയോ എടുക്കണം. ഉദ്ദേശം കിട്ടിയ ഞാനാ കടിയോ ഇല്ലാത്തതൊന്നും ഇല്ലല്ലോ. കഷ്ടപ്പാടിന് കാലങ്ങൾ എത്ര സൂചിച്ചാലും മരവും മരക്കാലും ഒക്കെ കിടക്കുന്നു. JCB വിളിച്ചോണ്ട് വരണോണ്ട് വരും. ഒരു മീൻ പിടിക്കാൻ വേണ്ടി പാടാൻ നിൽക്കണേ. ക്യാമറ പിടിക്കണേ. ഇവിടെ മരമാണ്, മഹാഗണിയാണ്. ഒരു മീൻ പിടിക്കാൻ തന്നെ പാടാൻ നിൽക്കണേ. ഇത് കണ്ടോ, ഇത് കണ്ടോ? കഷ്ടപ്പാടിന് കാലങ്ങൾ. ഇത് കണ്ടാ പറയാം. ചേർമീൻ കാണുള്ളൂ ഇതിനകത്ത് ഭയങ്കര മൂർക്കൻ. അതിനെ പിടിക്കണല്ലേ ബാബു സുരേഷ്? പിടിക്കാൻ പറ്റില്ലേ? അതെ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഇതുണ്ടോ കൂടെല്ലാം കോരി എടുത്തു കേട്ടോ. നല്ല കുഴിയല്ലേ. പിന്നെ ഇപ്പോൾ നമ്മളിവിടെ ഇവിടുത്തെ കൂട് വെക്കാനേ, ഇവിടെ കൂട് വെക്കും. പിന്നെ അപ്പുറത്ത് വെക്കണം കേട്ടോ. ഈ മരം കണ്ടോ, ആ അപ്പുറത്ത് കേട്ടോ. അപ്പം തെളിച്ച് കഴിഞ്ഞിട്ട് കൂട് വെക്കണം കേട്ടോ. അതാണ് അപ്പം വ്യാജിൽ വരാം. ഇപ്പറ കറങ്ങി വന്നിരിക്കുക. അതിനാണ് അനങ്ങുന്നു. പൂമ്പിനകത്ത് മീൻ കാണില്ല. മറ്റേ മരണ്ടേ നമ്മൾ അടുത്തായിരുന്നു കേട്ടോ. ഒറ്റക്കുഴി തന്നെ കേട്ടോ. ഈ മരം കണ്ടോ, അതിനപ്പുറത്താണ് കൂട് ചേട്ടാ. നല്ല പണിയാണ് കേട്ടോ, കുഴഞ്ഞു കേട്ടോ. പക്ഷേ ഇവിടെ വിളിക്കാൻ പോകട്ടോ. ഇവിടെ കൂടെ ഇവിടെ റൂമുണ്ട് അല്ലേ, ഇത് കാണാൻ സാധ്യത ഉണ്ടാവും.
താന്ന് പോയാൽ പോയി. അവിടെ കൂട് വെക്കാൻ ഇച്ചിരി കാത്ത് വെള്ളമില്ല. വെള്ളമില്ലല്ലോ. വെള്ളമില്ല കേട്ടോ. എടാ ഒരു ചാല് പോലെ ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി താത്ത് വെച്ചാൽ മതി. കൂടെ വെള്ളം ഉള്ളിടത്ത് വെച്ചാൽ മതി. എന്നിട്ട് അവിടെ എങ്ങാനും വെച്ചാൽ മതി. അവിടെ കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചിട്ട് അതിനടി മീൻ ഇവിടെ ഇരിപ്പുണ്ട്. മീൻ ഇതിനകത്തൊന്നുമില്ല. നമ്മൾ നാടൻ മീൻ കൂട്ടാനായിട്ട് രക്ഷയില്ല. അതിന് ഞാൻ മത്തി മേടിച്ച് വെച്ചിട്ടുണ്ട്. നീ കൊണ്ടുപോകും. ഇതന്നെ ഇത് ക്രിസ്മസിന് പറ്റിയ സാധനമാണ്. അവന്മാർ പറഞ്ഞിട്ട് ഞാൻ ഒന്നും പറയണ്ട. ജീവിക്കണ്ടേന്ന് കൊള്ളാം. ഇത്ര യൂട്യൂബ് ഉണ്ടായിട്ട് പണിക്ക് 4 ദിവസമായി പോകാൻ തുടങ്ങി. എന്നാ പണി? ഒരു വീട്ടിൽ പോയാ അവിടെ വരാൻ്റെ പുറത്ത് വെട്ടരുത്. പിന്നെ എടുത്ത് വെച്ചോ. വെച്ചോട്ടെ. കൂട് വെക്കാം കേട്ടോ. നോക്കട്ടെ, ഇരിക്കാൻ നോക്കാം. ഒരു കൂട് വെച്ച് കേട്ടോ. നല്ല പണിയാണ് കേട്ടോ. കണ്ടേ ഓല ഇട്ടാൽ കൂട് ട്രാപ്പാണെന്ന് അറിയരുത്. അതുകൊണ്ട് നമ്മൾ ഓലയൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്തിട്ടേക്കാം. വരാനുണ്ടോ? അതാ ഞാൻ പറഞ്ഞു പിടിച്ചാലോ. വരാനടാ. എടാ വരാനാ. അവിടെ ഇറങ്ങി വരുന്നു. മുട്ടം വരാനോ. പിടിക്കടാ. കയറിപ്പോയോ? അങ്ങനെ കണ്ടേ. അവിടെ എടുത്തു മുട്ടം വരാനുണ്ട്. മുട്ടം വരാനുണ്ട്. മുട്ടം വരാനുണ്ട്. വെച്ചാൽ മതി. ഈ അടിക്കുന്നുണ്ടോ? നമ്മൾ തെളിച്ചപ്പോഴേ വരാലിനൊക്കെ ഉണ്ട്. കണ്ടോ മുട്ടം വരാനാണ്. വാലി കണ്ടോടാ എൻ്റെ. കമ്പിങ്ങരുതേ കൊള്ളാം. കമ്പിടാം. ഡി അവിടെ അടച്ച് അപ്പുറം പോയത്. അല്ലേ? അപ്പോൾ അതെ രണ്ടാം കൂടെ വെക്കാൻ പോകാം കേട്ടോ. അവിടെ വെക്കാൻ പോകാം കേട്ടോ. അത് സ്ഥലം കണ്ടോ? നമ്മൾ തെളിച്ച കണ്ടോ? അത്രയും കാ പിടിച്ച സ്ഥലം കണ്ടോണ അല്ലേ? തെളിച്ച് നമ്മൾ എത്ര പരിവാക്കിയുണ്ട്. ഇനി അങ്ങോട്ട് കൂടെ വെക്കാൻ പോണേ. വരാനുണ്ടായിരുന്നു. ഇറങ്ങി പോയിട്ടുണ്ട്. അതിനെ പിടിക്കാനും പറ്റില്ല. അത് കൂടാതെ കയറിക്കോളൂടെ. അത് കയറിക്കോളെ പോകണേ. അപ്പോൾ ചേട്ടാ കൂടെ വെച്ചിട്ടുണ്ട് നമ്മളിവിടെ. ഇനി നാളെ രാവിലെ വെക്കാം കേട്ടോ. ഈ സമയം 6 മണിയായില്ലാണ്. രാവിലെ വെക്കാം കേട്ടോ. നാളെ രാവിലെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കാണിക്കാം. ഓക്കെ. അപ്പോൾ ചേട്ടാ ഞാൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾ എടുക്കണേ പഴയ ഇതിലെ കളിക്കുന്ന കേട്ടോ. അതെടുത്തേക്കാം. ഇതിനായിട്ട് കളിങ്ങൾ ഞങ്ങൾ മണ്ണ് വറുത്തെടുത്തിട്ട് വെള്ളം ഒഴിച്ച് റീസൈക്കിൾ അടിച്ചിട്ട് അമൃതപ്പൊടി ഇട്ട് ചൂടാക്കി എടുത്തിട്ട് ഇപ്പൊ അരച്ചെടുക്കുക. എന്നിട്ട് അഴിക്കുമോ അത്? ഞങ്ങൾ ചെറിയൊരു കേക്ക്
കണ്ടോ, ഇതാണ് നമ്മുടെ പഴയ കാലത്തോട്ട്. പിള്ളേരൊക്കെ ഇപ്പോൾ മൊബൈലൊന്നും വേണ്ട, ഇത് മതി. കണ്ടോ നമ്മുടെ പാടം കണ്ടോ, നമ്മുടെ നെല്ലൊക്കെ കണ്ടോ, ഒരു 10-45 ദിവസമായി. അതായത് കൊതുമ്പ് പരിവായി വരുന്നു കേട്ടോ. 2ാം വളോടി ഇത് കഴിഞ്ഞ് കണ്ടോ, നല്ല അടിപൊളി പച്ചപ്പല്ല കേട്ടോ. നമ്മുടെ കുട്ടനാടിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഞാൻ വരുമ്പോഴത്തെ പോകാം കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് ഇവിടെയൊക്കെ വരാനാണ് കേട്ടോ. വെള്ളം കയറ്റിയിട്ടിരിക്കണ്ട, ഇവിടെ ഞാറിന് വെള്ളം കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. അതുകൊണ്ട് വെള്ളം കയറ്റിയിട്ടിരിക്കണ്ടോ. കുട്ടനാട് എല്ലാവരും പറഞ്ഞു കുട്ടനാടെന്ന് നിങ്ങൾ മീൻപിടുത്തം മാത്രം കാണിക്കുന്നുള്ളൂ, ഇവിടുത്തെ കാഴ്ച കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ കാഴ്ച കേട്ടോ, നമ്മുടെ വീടാണ് കാണുന്നുണ്ടോ, അതാ വീട്. അപ്പോൾ നമ്മുടെ വഴി ഇങ്ങനെ വരുന്നത് കേട്ടോ. പിള്ളേർ കളിക്കുന്ന സ്ഥലമാണിത്. അവർ സ്റ്റാർ കൊണ്ടായിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ആ മഞ്ഞക്കൊടി ഉണ്ടോ, അത് പള്ളിയിലെ ഒരു കൊടിയാണ്, IMSലെ കൊടിയാണ് കേട്ടോ. അപ്പോൾ വിശ്വാസങ്ങൾ ആണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ തൂമുണ്ട്, ഈ വരമ്പിലൂടെയൊക്കെ തൂമുണ്ട്. തൂമിനകത്തൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് പിടിച്ച് നോക്കാം കേട്ടോ. ഒരു ദിവസം നമുക്ക് ആ വീഡിയോ ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ഞാറൊക്കെ ഉണ്ടോ, എല്ലാം ഒരേ പ്രായമുണ്ടോ. ഇവിടെ കയറിയും മാറിയും പ്രായങ്ങളൊന്നുമില്ല, എല്ലാം ഒരു പ്രായത്തിലുള്ള നെൽച്ചെടികളാണ് കേട്ടോ. ഒരു മാർച്ച് ഒരു 18-15 ആകുമ്പോൾ ഇവിടെ കൊയ്ത്ത് തുടങ്ങും കേട്ടോ. അത് അടിപൊളിയാണ്, ഇവിടെ നല്ല കാഴ്ചയാണ് കേട്ടോ, വിഷ്വലാണ്. അപ്പോൾ നിങ്ങൾ ഇതോടെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടണം. നിങ്ങൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളെ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അരോചകം ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. എല്ലാവരും ഇവിടെ സ്റ്റാർ ഉണ്ടാക്കുന്നുണ്ടോ, പറമ്പ് കണ്ടോ. അവർ കളിക്കുന്ന മാത്രമല്ല, അവർക്ക് ക്രിസ്മസിൻ്റെ നിങ്ങൾക്ക് ഇത്തവണ ഇത് വേടാ, കരോള് വേടാ. നിങ്ങൾക്ക് എത്ര വടിയാണോ ആയിട്ട്? 3000 വടിയോ? ആഹാ കണ്ടോ, അവന്മാർ കരോളിലൊക്കെ പോയി കാശുണ്ടാക്കിയിട്ട് അവന്മാർ സ്റ്റാർ ഉണ്ടാക്കിയുണ്ടോ. പൈസ കൊണ്ട് സ്റ്റാറൊക്കെ ഉണ്ടാക്കി പറമ്പ് കണ്ടോ, തൂക്കിയുണ്ടോ. അവന്മാരുടെ ഐഡിയക്ക് തൂക്കി കേട്ടോ, കൊച്ചു പിള്ളേരാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് ലഹരിയുടെ ഇടയ്ക്ക് പോകാതെ ഇവന്മാരൊക്കെ ഇങ്ങനെ പണിയൊക്കെ ചെയ്യുന്ന എല്ലാവരും കേട്ടോ. ഉണ്ടാക്കി ആയോ എടി, കഴിക്കാറായോ? കുക്കീസ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഓക്കെ അച്ഛന്മാരെ. മച്ചാന്മാരെ, നമ്മളുടെ കൂട് വെച്ചിട്ട് 3-4 ദിവസമായി കേട്ടോ. പൊക്കാഞ്ഞ് ചേർന്നിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഇന്നലെയൊക്കെ മഴ ചാറിയായിരുന്നു. അപ്പോൾ എല്ലാം കണ്ടേക്ക് വരികേണ്ടത് കൂട്ടിയാണ്. നമ്മൾ ശരി കഷ്ടപ്പെട്ട് വെച്ചാൽ കേട്ടോ. കാരണം ഈ കൂടാതെ ഇതിനകത്ത് ഇഷ്ടംപോലെ മീനുണ്ട്. പക്ഷേ ഈ മീനൊന്നും കൂടാതെ കയറുന്നില്ലായിരുന്നു. അപ്പോൾ വേണ്ടേ കൂട് വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായി നമ്മൾ വെച്ചിട്ട് നമുക്കൊന്ന് പൊക്കി നോക്കാം കേട്ടോ. ഓക്കെ ഉണ്ടോ, മീൻ അടിപ്പാനടി കൂടിനകത്ത് കയറത്തിനുണ്ടോ, അതാ ഏറ്റവും വലിയ കുഴപ്പം. പണിയായി. എല്ലാം കണ്ടാൽ മതിയായിരുന്നു. ഉണ്ട് കേട്ടോ. എല്ലാം നീർക്കൂലായിരുന്നു. 2 വരാനുണ്ട് കേട്ടോ. ഇതുണ്ടോ, വാ വാ മച്ചാ കഴിച്ചേ. ഒരു M1 നീർക്കൂലുണ്ട് കേട്ടോ. 2 വരാനുണ്ട്. പൊക്കിയിട്ട് മീൻ കണ്ടോ, ഇതിനകത്തെല്ലാം മീനുണ്ട് കേട്ടോ. അടുത്ത് കുടിക്കുന്നുണ്ടോ കാണിച്ചേ, കണ്ടോ അവിടെ ആക്കുന്നുണ്ടോ. തേക്കുന്നേ ഒരു മുട്ട നീർക്കലുണ്ട് കേട്ടോ. 2 വരാറുണ്ട് കേട്ടോ. കൂടെ വെച്ചിട്ടുണ്ട്. ഒരാഴ്ചയുടെ കൂടെ വെച്ചിട്ട് പൊക്കിയിട്ട് പോയില്ലായിരുന്നു. വാ നമുക്ക് കാണിക്കാം. കാണിച്ചേ കണ്ടോ, കടിക്കും ചിലപ്പോൾ ഉണ്ടെങ്കിൽ കണ്ടതേ കാണിച്ചേ. അപ്പോൾ ഇത് വിട്ടിരിക്കട്ടെ, നമുക്ക് അടുത്ത പൊക്കിയിട്ട് നമുക്ക് ഒന്നിച്ച് കഴിക്കാം. വാ ആ അടുത്ത കൂടെ അവിടെ ആയിക്കോട്ടോ. നമുക്ക് കൊച്ചിനെ അങ്ങോട്ട് ഇറക്കാൻ പറ്റത്തില്ല. നമുക്ക് ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകണ്ടല്ലേ. ഉണ്ടോ ഡേഞ്ചറാണോ. അവളിത് പാലത്ത് നിൽക്കുക കേട്ടോ. ഇത് കണ്ടോ താഴ്ന്നുണ്ടോ. ഇപ്പോൾ അവളെ ഇറക്കി കഴിഞ്ഞാലേ താന്ന് കഴിഞ്ഞ് ആകപ്പാടെ കുളമാവും. കണ്ട ഈ പോക്കണ്ടല്ലേ, താഴ്ന്നുണ്ടീ. താന്ന് പോയാൽ പോയി. കണ്ടോ ഇത്ര ഡേഞ്ചർ സ്ഥലമാണ് കേട്ടോ. ചൂടാ താന്ന് കേട്ടോ. തക്കുവേ താന്ന് കണ്ടോ, അതേ കൂട് കേട്ടോ. എൻ്റെ പിതാവേ കൂടിക്കണ്ടോ, വെച്ചിട്ട് കുറേ നാളായി. ഇതിനകത്തൊന്നും ഇല്ലടി. ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ. കണ്ടോടി
ഇതൊക്കെ താന്ന് പോയി ഞാൻ പോകും കേട്ടോ. നീ പൊക്കെ മറിക്കോ. കമ്പൊക്കെ ഓടി പോകുന്നുണ്ടോ? ഓടി 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 വാ. പോകുന്നുണ്ടോ? പോടാ പോടാ പോടാ. ചേട്ടാ നീ കാണാം ഒരാഴ്ച പൊക്കിയിട്ടുണ്ടല്ലേ? ഇതെന്നാ ചവരെ ഒരാഴ്ച പൊക്കാരുണ്ടോ? പൊക്കി കിട്ടിയുണ്ടോ? 2 വരാലുണ്ടോ? അതിനകത്തൊന്നുമില്ലേ? അതായത് ഈ തുളാണോ കൂണ്ടാ? ആമ കരുതല്ലേ? കണ്ടാ ഇത് കണ്ട ഒരു കൂടെ കിട്ടിയ കേട്ടോ. അപ്പൊ തന്നെ നമുക്ക് ഇതായിട്ടുള്ളു. അതെ കിട്ടിയില്ല കേട്ടോ. ഞാൻ സലേഷൻ വരുന്നുണ്ടോ? ആ പുള്ളി സമയത്ത് വന്നോ? അവിടെ വാ, വീഡിയോ വാ. പിന്നെ 2 വരാൻ കിട്ടിയോ? കണ്ടാ നമുക്ക് ഈ കൂടെ നോക്കാം. എന്നാ പറ്റി നോക്കേ. ഇതിനകത്ത് മീൻ കയറിയില്ലേ? കയറാൻ്റെ കാര്യം വായി നമുക്ക് നോക്കാം എന്നാന്ന്. അതെ കണ്ടതേ കണ്ടോ? തുള കണ്ടോ? ആമ്പ പറ്റി കണ്ടോ? നീ ഇറങ്ങിപ്പോയതാട്ടോ. എന്തി ആ ആടാടാ കേട്ടോ. പിന്നെ അങ്ങനെ നീ കിട്ടാനുണ്ടോ? കണ്ടോ? കണ്ടോ ഇതാണോ ഈ കൂട്ടത്ത് മീൻ കിട്ടുന്നതാണേ. ഇത് 2 ആമറപ്പുണ്ട്. അത് ഇറങ്ങിപ്പോയി. അപ്പം ഉറപ്പിക്കാം തുളയുണ്ടെന്നുള്ളൂ. അപ്പോൾ വരാലൊക്കെ കയറിയിട്ടുണ്ടായിരിക്കും. ഒരാഴ്ച പോയിട്ട് അല്ല തലേഷനാ കൂട് വെക്കാണ്ടത് സഹായിച്ചത് കണ്ടോ? കണ്ടോ സലേഷൻ ഒരു ടൂർ പോകുമ്പോൾ കേട്ടോ. ചുമ്മാ ഒരു കല്യാണത്തിന് പോകണം. വള്ളത്തിലെ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു കൂട്ടുകാരായിട്ട് പോയിക്കൊണ്ടിരിക്കും. പോകാൻ വേണ്ടി വന്നതാണ്. ലക്ഷണ എന്തെങ്കിലും പറയണ്ടോ? പെട്ടെന്ന് പറഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ കഴിച്ചു. ക്രിസ്മസ് 2 ദിവസമായി കൂട് വെച്ചിട്ട് 3 വകയുടെ പോയി. എന്തായാലും 2 വരാല് കിട്ടിയിട്ടുണ്ടല്ലേ? 2 ഉഗ്രം വരാൻ കേട്ടോ. 2 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ അവിടെ വരാനാണ് കണ്ടോ. ക്ഷീണിച്ചു മാറാനുണ്ടോ? അതേ തല കണ്ടോടാ. തലയും ഹോട്ടലും കണ്ടോ? ആളും ക്ഷീണിച്ചുണ്ടോ? തീറ്റില്ല കണ്ടോ? ഇത്ര അവിടെ നീർക്കോയി കൂട്ടത് ഇല്ല. അത് കടൽ വെട്ടിയത്. അപ്പോൾ മൊത്തം പോലെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. നമ്മൾ വെച്ചിട്ട് ലേറ്റ് ആയത് കണ്ടന്റ് മോസ്റ്റ്ലി കുറവല്ലടാ. മീൻപിടുത്തം കുറവാണ്. കാരണം മീനില്ല, അതുകൊണ്ടാണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, വഴി കണക്കെ സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുപോലെ ബൈ. അല്ലടാ. ഓക്കെ.